ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ചരിത്രവും കലയും ഒരുമിച്ച് ഒരു മലമുകളിൽ കണ്ടാൽ എങ്ങനെയിരിക്കും അത്തരത്തിലൊരു സ്ഥലത്താണ് മോണ്ട് മാർട്രെ. പിക്കാസോ അടക്കമുള്ള ചരിത്രകാരന്മാരുടെ ഒട്ടേറെ സൃഷ്ടികൾ രൂപം കൊണ്ടെന്ന പ്രത്യേകതയും ഈ സ്ഥലത്തിനുണ്ട്. ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയത് ഈ കാണുന്ന മനുഷ്യൻ്റെ ശില്പമാണ്. ഇതിന് പിന്നിലൊരു കഥയുണ്ട്. 1941 മാർസൽ എയ്മെ എന്ന ഫ്രഞ്ച് എഴുത്തുകാരൻ തൻ്റെ ലെ മൊറേലെ എന്ന ചെറുകഥയിൽ ഒരു മനുഷ്യന് ചുമരുകൾക്കുള്ളിലൂടെ കടക്കാനുള്ള ഒരു പവർ കിട്ടുന്നു. എന്നാൽ കഥയുടെ അവസാനം അയാൾ ചുമരുകൾക്കിടയിൽ പെടുന്നുണ്ട്. അതിനെ ആസ്പദമാക്കി 1989 ജീൻ മരിയാസ് നിർമ്മിച്ച ശില്പമാണിത്. കുറച്ചു ദൂരം നടന്നപ്പോൾ ഒരു ശില്പത്തിന് ചുറ്റും മാത്രം നിറയെ ഒരു ആൾക്കൂട്ടം. അത് മറ്റാരുടെയുമല്ല, 1950കളിലെ പ്രശസ്ത ഫ്രഞ്ച് നടിയും ഗായികയും കൂടിയായ ഡാലിഡയുടേതായിരുന്നു ആ ശില്പം. യൂറോപ്പിൽ എവിടെ പോയാലും കാണുന്ന ഒരു സ്ഥിരം കാഴ്ച ഇവിടെയും കണ്ടു. പ്രണയ സാക്ഷാത്കാരത്തിനായി വേലിയുടെയും പാലത്തിൻ്റെയും അവിടെയൊക്കെ ലോക്കിടുന്ന ട്രെൻഡ്. ഈ കാണുന്നതാണ് പാരീസിലെ ആദ്യത്തെ ബിഷപ്പ് എന്നറിയപ്പെടുന്ന സെയിൻറ്റ് ഡെന്നീസ്. മോണ്ട് മാർട്രെയിൽ ഏറ്റവും കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുന്നത് ഈ പള്ളിയാണ്. ആസ്തറ്റിക്കിൻ്റെയും ലക്ഷറിയുടെയും അടയാളമായി കരുതപ്പെടുന്ന ടാവർട്ടൈൻ കല്ലുകൾ ഉപയോഗിച്ച് പണിത ഒരു അതിമനോഹരമായ പള്ളിയാണ് ദ സീക്രഡ് ഹാർട്ട് ബസിലിക്ക. കാഴ്ചകളൊക്കെ കണ്ട് വീട്ടിലേക്ക് തിരിക്കാമെന്ന് കരുതി ബസ്സിൽ പോകുമ്പോഴാണ് ഈ ഒരു ശില്പം ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു പ്രണയ കഥയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടെന്ന് കരുതി ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി പോയെങ്കിലും അത് സ്റ്റെയിൻലേ എന്ന ചിത്രകാരന് വേണ്ടി പോൾ വിഗ്നൻ എന്ന ശില്പി നിർമ്മിച്ച ഒരു ശില്പം മാത്രമായിരുന്നു. ഇവിടെയുള്ള ഓരോ ഊടുവഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴും ഇവിടെയുള്ള ആൾക്കാർക്ക് ചിത്രങ്ങളോടും ശില്പങ്ങളോടുമുള്ള പ്രണയം വളരെ വ്യക്തമാണ്. ഇനിയും ഇതുപോലുള്ള യാത്രകളും അവിടെയുള്ള കാഴ്ചകളും കഥകളുമായി സഫാരി യോമാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.